സാറേ, നമ്മുടെ ഭരണഘടനയിൽ നിന്ന് സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സെക്കുലർ ഇങ്ങനെ രണ്ട് പദങ്ങൾ ഇത് ഒഴിവാക്കണമെന്ന് സംബന്ധിച്ച് ഒരു വലിയ ചർച്ച വരുന്നു. RSS നേതാവായ ഹൊസബുള്ളയാണ് ഇതിന് തുടക്കം കുറിച്ചത്. അതെ, ഇത് വേണ്ടായിരുന്നു എന്ന് ഇടതുപക്ഷം പറയുന്നു. പുതിയ ഇടതുപക്ഷവും, അതായത് കോൺഗ്രസ് പാർട്ടി, അതേ നിലപാടിലേക്ക് വരുന്നു. എന്തായിരിക്കും സാറേ ചർച്ചയുടെ ഒരു അന്ത്യം? അല്ല, ഇതിലെ ഒരു കാര്യമുള്ളത്, ഈ രണ്ട് വാക്കുകൾ അതുണ്ടായിരുന്നില്ല നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ. പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആമുഖത്തിൽ ഇപ്പം എല്ലാവരും ഏറ്റവും കൂടുതൽ പ്രശംസിക്കുകയും ഇത് സംരക്ഷിക്കപ്പെടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ് പ്രിയാമ്പിൾ. അതിനകത്ത് ഈ രണ്ട് വാക്കുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് 1976 ഇന്ദിരാഗാന്ധി സ്വന്തം നിലക്ക് ഈ രണ്ട് വാക്കുകൾ പ്രിയാമ്പിളിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ഓർഡിനൻസ് ആയിട്ടാണ് വരുന്നത്. ഇത് മനസ്സിലായില്ലേ? ഓർഡിനൻസ് ആയിരുന്നു. ആ ഓർഡിനൻസ് അന്നത്തെ രാഷ്ട്രപതി ഒപ്പിട്ടും കൊടുത്തു. അങ്ങനെയാണ് പ്രിയാമ്പിളിൽ 1976 76 മുതലാണ് ഈ രണ്ട് വാക്കുകൾ പ്രിയാമ്പിളിൽ കടന്നുകൂടുന്നത്. ഇനി സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന വാക്ക് ഇന്നിപ്പോൾ ലോകത്ത് ഒരാളും ഉപയോഗിക്കുന്നില്ല. സാമ്പത്തിക സമത്വം എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവനും സംസ്ഥാനത്തിൻ്റെ കീഴിലാവുകയും സംസ്ഥാനം വ്യക്തികൾക്ക് അതിൻ്റെ വിഹിതം കൊടുക്കുകയും ചെയ്യുന്ന രീതിയിൽ ഈ സോഷ്യലിസ്റ്റ് എന്ന വാക്കിന് ഇന്ന് ലോകത്ത് ഒരു രാജ്യവും ഉപയോഗിക്കുന്നില്ല. സോവിയറ്റ് യൂണിയൻ്റെയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഭരണകൂട തകർച്ചയ്ക്ക് ശേഷം ലോകത്ത് നിന്ന് ആ വാക്ക് ഏതാണ്ട് അപ്രത്യക്ഷമായി എന്ന് തന്നെ പറയാം. ചൈനയിലാണ് സോഷ്യലിസം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകില്ല. കാരണം ഏറ്റവും കൂടുതൽ അതിസമ്പന്നരുള്ളതും അതിസമ്പന്നരും ദരിദ്രരും തമ്മിൽ ഏറ്റവും കൂടുതൽ അന്തരം നിലനിൽക്കുന്നതുമായ രാജ്യങ്ങളിലൊന്ന് ചൈനയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ലോകത്തൊരിടത്തും ഏതെങ്കിലും ഒരു രാജ്യത്ത് സോഷ്യലിസം ഉപയോഗിക്കുന്നുണ്ടോ ഭരണഘടനയിൽ എന്ന കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ഏതായാലും ഈ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും സോവിയറ്റ് യൂണിയനിലും ആ സോവിയറ്റ് യൂണിയനിൽ നിന്നും ചിതറിപ്പോയ രാജ്യങ്ങളിലും മറ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും എല്ലാം അത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞൊരു വാക്കാണ്. ചൈനയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് വേറെ എന്തർത്ഥത്തിലാണെന്നുള്ള കാര്യം കണ്ടെത്തേണ്ടതാണ്. അപ്പോഴാണ് ഈ സോഷ്യലിസ്റ്റ് എന്ന വാക്ക് നമ്മുടെ ഭരണഘടനയിൽ ഇപ്പോഴും ഉള്ളത്. അത് ഏത് അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം അവ്യക്തമായിട്ട് തുടരുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം സെക്കുലറാണ്. സെക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം അനീശ്വരം എന്നാണ്. ദൈവവും മതവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജീവിത വ്യവസ്ഥകളെയും അപ്പാടെ നിരാകരിക്കുന്ന ജീവിത സമ്പ്രദായത്തെയാണ് സെക്കുലർ എന്ന് പറയുന്നത്. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഈ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചപ്പോഴും ആ രണ്ട് വാക്കുകളുടെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് ചർച്ച നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഈ രണ്ട് വാക്കുകളും നിർവചിച്ച് ഉറപ്പിച്ചിട്ടുമില്ല. ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് ദത്താത്രേയ ഹൊസബുള്ള എന്ന RSSൻ്റെ നേതാവ്, അഖിലേന്ത്യാ നേതാവ്, ഇതിനെക്കുറിച്ച് ഇത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് സജീവമായ ഒരു ചർച്ചയ്ക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. അത് ചർച്ച ചെയ്യാനേ പാടില്ല എന്നാണ് സോവിയറ്റ് യൂണിയൻ്റെ സാമന്തക്കാരായിരുന്ന CPIക്കാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും പക്ഷം. എന്തിലും കമ്മ്യൂണിസത്തോട് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസും അതുതന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ഇതാണ് നമ്മുടെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത്, നിർവചിച്ചുറപ്പിക്കാത്ത പദങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു ഭരണഘടനയിൽ വന്നു കഴിഞ്ഞാൽ ആ പദങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കേസുകളിൽ വിധി പറയുമ്പോൾ ഓരോ ജഡ്ജിയും ഓരോ തരത്തിലായിരിക്കും പറയുക. അതെ. അതിപ്പോൾ സോഷ്യലിസത്തെക്കുറിച്ച് ആരും ഈ സമീപകാലത്ത് ഒരാളും ഒന്നും പറഞ്ഞിട്ടില്ല. സോഷ്യലിസത്തെക്കുറിച്ച് ഒരു വാക്കും നമ്മുടെ കഴിഞ്ഞ 10 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിട്ട് ഇന്ന് ലോകത്ത് അവശേഷിച്ചിരിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. പിന്നെ ആകെ അതിനെക്കുറിച്ച് പറയുന്ന 2 പേരാണ്. ഒന്ന് ഗോവിന്ദൻ മാഷും 2 MA ബേബിയുമാണ്. ഭാഗ്യം കൊണ്ട് 2 പേര് പറഞ്ഞാലും അവരെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലായില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട്. അപ്പോൾ ഈ 2 വാക്കുകൾ അത് മാറ്റണം എന്നാണ്
RSSൻ്റെ അഭിപ്രായം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് മാറ്റണോ വേണ്ടയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു ചർച്ച നടക്കണ്ടേ? കാരണം ഈ വാക്കുകൾ ഉൾപ്പെടുത്തിയപ്പോൾ ഒരു ചർച്ച നടന്നിട്ടില്ല, പാർലമെൻറ്റിൽ നടന്നിട്ടില്ല. ഇനി ഇത് പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്തുന്നതിനൊരു സമയത്ത് നിലവിലുള്ള നിയമം എന്തായിരുന്നു വെച്ചാൽ 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസിൽ 13 അംഗ ജഡ്ജിമാർ 6-നെതിരെ 7 ജഡ്ജിമാരുടെ ഭൂരിപക്ഷത്തോടു കൂടി 6 പേര് ഇതിനെതിർത്തും 7 പേര് അനുകൂലിച്ചും ഒരാളുടെ ഭൂരിപക്ഷത്തോടു കൂടി അവർ ആണ് ബേസിക് സ്ട്രക്ചർ എന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. അത് പ്രിയാമ്പിളാണ്, അത് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ ബേസിക് സ്ട്രക്ചർ പ്രിയാമ്പിളാണ്, അത് തൊടാൻ പാടില്ല, അത് ആരും അതിനകത്ത് ഒന്നും ചെയ്യരുത്, കൂട്ടിച്ചേർക്കുകയോ എടുത്തു മാറ്റുകയോ ചെയ്യരുത് എന്ന് അത് പറഞ്ഞത് ശരിയോ തെറ്റോ വേറൊരു പ്രശ്നം. അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് 76-ൽ ഇന്ദിരാഗാന്ധി കൂട്ടിച്ചേർത്തത്. സുപ്രീം കോടതി ഒന്നും ചെയ്തിട്ടില്ല. സുപ്രീം കോടതി അതിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വേറൊരു പശ്ചാത്തലം. അപ്പോൾ ഒരു സംശയം സ്വാഭാവികമായിട്ട് വരും. നമ്മുടെ ഭരണഘടനയ്ക്ക് ഇങ്ങനെ ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ബേസിക് സ്ട്രക്ചർ കണ്ടെത്താനും അതിനെ നിർവചിക്കാനും കെൽപ്പില്ലാത്തവരായിരുന്നു ഭരണഘടനാ നിർമ്മാതാക്കളെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ലല്ലോ. കാരണം അവർ ഭാവിയെ കൂടെ മുന്നിൽ കണ്ടുകൊണ്ട്. അല്ല, അത് മാത്രമല്ല, ഇന്ന് ഈ ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്ന ആരേക്കാളും കൂടുതൽ നിയമപരിജ്ഞാനം ഉണ്ടായിരുന്നവരും നിർമ്മമമായി കാര്യങ്ങളെ നോക്കിക്കാണാൻ കഴിയുന്നവരുമാണ് അന്ന് ഈ ഭരണഘടന എഴുതി ഉണ്ടാക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത അംബേദ്കർ ഉൾപ്പെടെ. അവരാരും ഈ ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒന്ന്. അപ്പോൾ ഈ ബേസിക് സ്ട്രക്ചർ ഉണ്ട് എന്ന് ഇവർ പറഞ്ഞിരിക്കുന്നത് സത്യത്തിലൊരു ഭരണഘടനാ ഭേദഗതിയാണ്. ഭരണഘടനയ്ക്കൊരു ബേസിക് സ്ട്രക്ചറുണ്ട്. ആ ബേസിക് സ്ട്രക്ചർ തൊടാൻ പാടില്ല എന്നും ആ ബേസിക് സ്ട്രക്ചർ അങ്ങനെ തന്നെ നിൽക്കണമെന്നും അത് ആചന്ദ്രതാരം അത് അതേപോലെ തന്നെ നിലനിൽക്കണമെന്നും സുപ്രീം കോടതി പറഞ്ഞു വെക്കുമ്പോൾ അത് ഭരണഘടനയുടെ അമെൻമെൻ്റായിട്ടാണ് മാറുന്നത്. അപ്പോഴൊരു ചോദ്യം വരുന്നത്, ഭരണഘടന അമെൻമെൻറ്റ് നടത്താൻ, ഭേദഗതി വരുത്താൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ എന്നുള്ളതാണ്. ഭരണഘടന ആര് ഭേദഗതി വരുത്തണം? 368 അനുച്ഛേദം, ആർട്ടിക്കിൾ 360 അനുച്ഛേദം അനുസരിച്ചിട്ട് ഭരണഘടന ഭേദഗതി ചെയ്യാൻ ആകെ അധികാരമുള്ളത് പാർലമെൻറ്റിന് മാത്രമാണ്. പക്ഷേ പാർലമെൻറ്റ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. പാർലമെൻറ്റ് ഈ ഭരണഘടനാ ഭേദഗതി അംഗീകരിച്ചിട്ടുമില്ല. സുപ്രീം കോടതി പറഞ്ഞ ഭരണഘടനാ ഭേദഗതിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭരണഘടനാ ഭേദഗതിയായിട്ട് നിലനിന്നില്ലെങ്കിൽ അതിന് നിലനിൽപ്പില്ല. ഭരണഘടനാ ഭേദഗതിയായി നിലനിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് ഭരണഘടനാ വിരുദ്ധവുമാകും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനുണ്ട്. ഇനി വേറൊന്ന് വന്നു കഴിഞ്ഞാൽ, സോഷ്യലിസം നമ്മൾ കണ്ടു കഴിഞ്ഞു. കാരണം ഒരു രാജ്യവും ഇപ്പോൾ അംഗീകരിച്ചിട്ടില്ല, ഒരു സ്ഥലത്തും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഒരാളും ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയെക്കുറിച്ചല്ല പറയുന്നത്, വേറെ പലതരത്തിലുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യതയെക്കുറിച്ചാണ് പറയുന്നത്. നോട്ട് ഇക്കണോമിക് ഇക്വാലിറ്റിയെക്കുറിച്ചല്ല, ഇക്വാലിറ്റി ബിഫോർ ലോ എന്നാണ് പറയുന്നത്. നിയമം എവിടെയുണ്ടോ നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവർക്കും തുല്യത കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇനി ഈ സെക്കുലർ എന്ന വാക്കിന് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ സർവമത സമഭാവന എന്നുള്ളതാണ്. ഈ സർവമത സമഭാവന എന്നുള്ളത് സനാതനധർമ്മത്തിന് മാത്രം ബാധകമായ ഒന്നാണ്. ഇസ്ലാം മതത്തിൽ സർവമത സമഭാവനയില്ല. കാരണം ലോകത്തിലെ ഏറ്റവും മഹത്തായ മതം ഇസ്ലാമാണ്. ഇതര മതങ്ങൾ അധമങ്ങളാണ്. ഏറ്റവും ഉത്കൃഷ്ട മതമായ ഇസ്ലാമിന് വേണ്ടി ഇതര മതങ്ങളെ നിഷ്കാസനം ചെയ്യണം. അങ്ങനെ ലോകം മുഴുവൻ ഇസ്ലാം മതം സ്വീകരിച്ച് മനുഷ്യരെല്ലാം പരിപൂർണന്മാരായി തീരണം. ദൈവത്തിൻ്റെ മുന്നിൽ ദൈവത്തിൻ്റെ അനുസരണയുള്ള അടിമകളായി തീരുന്നൊരു വ്യവസ്ഥയാണ് അവരത് സ്വപ്നം കാണുന്നത്. അപ്പോൾ അവിടെ ഒരു കാരണവശാലും മറ്റ് മതം ഇസ്ലാമിന് തുല്യമല്ല. ഇസ്ലാമിന് സമമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ സർവമത സമഭാവന പറ്റുമോ? എങ്ങനെ പറ്റും? പറ്റില്ല. അത് പറ്റില്ലല്ലോ. ഇനി ക്രിസ്തു മതത്തിലാണെങ്കിൽ പറയുന്നത് എന്താണ്? ക്രിസ്തു ഏകരക്ഷകൻ എന്നാണ്.
ലോകത്തിൻ്റെ ഒരേ ഒരു രക്ഷകൻ യേശുക്രിസ്തുവാണെന്നാണ് പറയുന്നത്. ജന്മപാപത്തിലൂടെ മനുഷ്യന് നേരിടുന്ന നാശം യേശുക്രിസ്തുവിലൂടെ മോക്ഷത്തിലും രക്ഷയിലും എത്താൻ കഴിയും. അതിനു വേണ്ടിയാണ് പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുകയും ഫെയ്ത്ത്, ഹോപ്പ്, ലവ് എന്ന ട്രിനിറ്റി അംഗീകരിക്കുകയും അതുപ്രകാരം ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യന് മോക്ഷം കിട്ടും എന്നാണ് പറയുന്നത്. അവരും പറയുന്നത് ആ മതത്തിന് തുല്യമായി വേറെ മതങ്ങളില്ല എന്നാണ്. അപ്പോൾ പ്രവാചക മതങ്ങളെ സംബന്ധിച്ചിടത്തോളം സർവമത സമഭാവന എന്ന് പറയുന്ന സങ്കല്പം അവരുടെ മതവിശ്വാസപ്രകാരം അസ്വീകാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സർവമത സമഭാവന പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മതപരിവർത്തനത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഇല്ല, അതിൻ്റെ ഒരു ആവശ്യമില്ല. ഈ സർവമത സമഭാവനയിൽ വിശ്വസിക്കുന്ന രണ്ട് സനാതന ധർമ്മികൾ, ഒന്ന് ശ്രീനാരായണ ഗുരുദേവനും രണ്ട് മഹാത്മാഗാന്ധിയും, രണ്ടുപേരും മതപരിവർത്തനത്തെ എതിർത്തിരുന്നു. അവർ മതഭേദത്തെ നിരാകരിച്ചവരാണ്. ഈ മതങ്ങൾ മതഭേദത്തെ അംഗീകരിക്കുന്നവരാണ്. മതഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും സർവമത സമഭാവന പറയാനും കഴിയില്ല. ഇതൊരു പശ്ചാത്തലമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ വാക്കുകൾ അതിൽ കൂട്ടിച്ചേർക്കുന്നതിന് മുൻപേ തന്നെ നമ്മൾ ഇക്വാലിറ്റി ബിഫോർ ലോ എന്നുള്ളതിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് വെച്ചിരുന്നു. അപ്പോൾ ഇതാണ് സത്യം എന്നുണ്ടെങ്കിൽ അനുച്ഛേദം 25 പ്രകാരം നടക്കുന്ന മതസ്വാതന്ത്ര്യത്തിൻ്റെ കൂട്ടത്തിൽ മതത്തെ പ്രചരിപ്പിക്കാനും ആ മതത്തിലേക്ക് ആളെ കൂട്ടാനും കൺവേർഷൻ നടത്താനും അവകാശമുണ്ടെന്ന് പറയുന്നത് എങ്ങനെ ശരിയാവും? ശരിയാവില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. ഈ പ്രശ്നങ്ങൾ നമ്മുടെ പൊതുവേദിയിൽ ചർച്ച ചെയ്യണമെന്ന്. ചർച്ച ചെയ്തതിന് ശേഷം അത് അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യട്ടെ. അത് ചർച്ച ചെയ്യാനേ പറ്റില്ല എന്ന് പറയുന്നത് എന്താണ്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതിനെക്കുറിച്ച് ചർച്ച വേണ്ടേ? അതെ, ആ ചർച്ച നടക്കട്ടെ. ആ പൊതുവേദിയിലെ ചർച്ച നടന്നതിന് ശേഷം ഇതിൻ്റെ അർത്ഥം നിശ്ചയിക്കട്ടെ. ആ അർത്ഥം നിശ്ചയിക്കാൻ വേണ്ടി പാർലമെൻറ്റ് അതിനകത്ത് തീരുമാനം എടുക്കട്ടെ. പാർലമെൻ്റ് ഉണ്ടല്ലോ. അങ്ങനെ പാർലമെൻറ്റ് എടുക്കുന്ന തീരുമാനം ഭരണഘടനയ്ക്ക് അനുയോജ്യമാണോ ഇല്ലയോ എന്നുള്ള കാര്യം സുപ്രീം കോടതി പരിശോധിക്കട്ടെ. ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെ ഉള്ള സമയത്ത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും ഇതിനെക്കുറിച്ച് ചർച്ചയെ പാടില്ല എന്ന് പറയുന്ന ഒരു നിലപാട് അംഗീകരിക്കാൻ സാധ്യമല്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ദത്താത്രേയ ഹൊസബല പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം നമ്മുടെ ഭരണഘടനയിൽ അനധികൃതമായി കൂട്ടിച്ചേർക്കപ്പെട്ട ഈ രണ്ട് വാക്കുകളുടെ അർത്ഥവ്യാപ്തി നിശ്ചയിച്ചുകൊണ്ട് അതിനെ നിർവചിച്ചുറപ്പിച്ചു വെക്കുന്നതിന് ഒരവസരമായി ഇതിനെ കാണാവുന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദത്താത്രേയ ഹൊസബല പറഞ്ഞതിനെ സ്വാഗതം ചെയ്യണം. ഒരു ചർച്ച നടക്കട്ടെ എന്ന്, എല്ലാവരും പങ്കെടുക്കട്ടെ. സാധാരണ മനുഷ്യരും നിയമജ്ഞന്മാരും അല്ലാത്തവരും ഒക്കെ പങ്കെടുക്കട്ടെ. അവരൊക്കെ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയട്ടെ. ആ അഭിപ്രായം നമുക്ക് കേൾക്കാം. ആ അഭിപ്രായം കേട്ടിട്ട് നമുക്ക് സംവിധാനം ഉണ്ടല്ലോ. നമ്മളൊരു ജനാധിപത്യ രാജ്യമല്ലേ. ജനങ്ങൾ അക്കാര്യത്തിലൊരു തീരുമാനം എടുക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.